ഹായ് ഡിയേഴ്സ്, ബ്രേക്കപ്പ് ആയി പോയ എക്സ് ലവറെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമോ? അതിന് പറ്റിയ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ഉണ്ടോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. പക്ഷേ അതിനെപ്പറ്റി ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തു. ഒരുപാട് വ്യൂവേഴ്സ് അതിൽ കയറി. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇത്രയും പേര് എക്സ് ലവർ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ എന്ന്. പക്ഷേ ഇവിടെ ഞാൻ ചിന്തിക്കുന്നത്, നിങ്ങളുടെ സ്നേഹത്തിന് അവർ അർഹരല്ല എന്നുള്ളതാണ്. നിങ്ങളെപ്പോലെ വളരെയധികം ഹൃദയം തുറന്ന് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ കിട്ടാനുള്ള ഭാഗ്യം അവർക്കില്ല. അവർ നിങ്ങൾക്കൊരു കാർമിക് റിലേഷൻഷിപ്പ് ആയിരുന്നു, കാർമിക് പാർട്ട്ണറായിരുന്നു അവർ നിങ്ങൾക്ക്. അതുകൊണ്ട് യൂണിവേഴ്സ് അവരെ നിങ്ങളിൽ നിന്നും അകറ്റിക്കളഞ്ഞു. ഇത് കേൾക്കുമ്പോൾ ദേഷ്യം തോന്നും നിങ്ങൾക്ക്, കാരണം നിങ്ങളുടെ മനസ്സിൽ ആ പഴയ പ്രണയം അങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ഒരു കാര്യം ചിന്തിക്കുക, ഞാൻ ചില ടെക്നിക്ക് പറഞ്ഞുതരാം. നല്ലൊരു സ്ട്രോങ് ബോണ്ടിങ് ഉള്ളൊരു റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്ത് നോക്കിക്കേ. ആരെങ്കിലും ആയിക്കോട്ടെ, സമയമാകുമ്പോൾ നിങ്ങളുടെ അടുത്ത് എത്തിക്കോളൂ. നല്ലൊരു ലവ് റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്ത് നോക്കുക. നല്ല ലവ് മാനിഫെസ്റ്റ് ചെയ്യുക, നല്ല റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യുക, നല്ല നല്ല ഹാപ്പിനെസ് ആയിട്ടുള്ള ഒരു ഫാമിലി ലൈഫ് മാനിഫെസ്റ്റ് ചെയ്യുക. ഇത് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളിൽ ഒരു സെൽഫ് ലവ് സ്വയം വരും. അപ്പോൾ ഈ സെൽഫ് ലവോട് കൂടി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ യൂണിവേഴ്സ് നിങ്ങളെ കാണുകയും നിങ്ങളുടെ അരികിലേക്ക് ഒരു വ്യക്തി മാജിക് പോലെ കടന്നു വരും എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അയാൾ നമ്മളെ ജെനുവിനായിട്ട് സ്നേഹിക്കുകയും നമ്മൾ അയാളിലേക്ക് ചായുകയും ചെയ്യും. അപ്പോൾ നമ്മൾ അയാളെ സ്വീകരിക്കുകയും ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. നമ്മളെ തീർത്തും ഉപേക്ഷിച്ച് കളഞ്ഞ ഒരാൾക്ക് വേണ്ടി സമയം വെറുതെ സ്പെൻഡ് ചെയ്യണോ? തിരിച്ചു വന്നാലും അവർ വീണ്ടും അത് തന്നെ ചെയ്യുകയാണ്. യൂണിവേഴ്സ് അത് ആഗ്രഹിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്തോ, ഏത് വീഡിയോ നോക്കി വേണമെങ്കിലും ചെയ്യാം. പക്ഷെ തിരിച്ചു വരുമ്പോഴുള്ള ആ അവസ്ഥ, അവർ വീണ്ടും ബ്രേക്കപ്പായി പോകുന്ന അവസ്ഥ സഹിക്കാനായിട്ട് എല്ലാ തയ്യാറെടുപ്പുകളും നിങ്ങളുടെ മനസ്സിന് കൊടുക്കണം. ഡിപ്രഷനിലേക്ക്, സ്ട്രെസ്സിലേക്കും വീണ്ടും പോകരുത്. താങ്ക് യു.